അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തോണ്ട് സിനിമയ്ക്ക് പോവാന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതാ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അല്ല സത്യം, ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നും ഭാര്യമാര് ചെയ്യരുതെന്നാ. അതാ എന്നാ വേറെ ഭാര്യയോ? എന്റെ വേറെ ഭാര്യമാർ എന്നുള്ള രീതിയിൽ വേറെ ഭാര്യമാരുടെ കാര്യമാണ്. ഓക്കെ. അങ്ങനെ എന്നാ എങ്ങനെയാ പോണോ? എപ്പോഴാ ഷോപ്പ്? അങ്ങനെ നിതിൻചേട്ടനോട് അനുവാദമൊക്കെ ചോദിച്ചിട്ട് ഞാനും അനിയത്തിയും കൂടെ സിനിമയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളാണ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ അവൾക്ക് ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നീച്ചേട്ടന് കൊച്ചു ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എങ്കിലും പോട്ടെ, ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് കിട്ടത്തുള്ളൂ. ഇതെല്ലാം നമ്മുടെ എറണാകുളത്തെ ഓടകളാണ് കേട്ടോ, വേസ്റ്റ് മെറ്റീരിയൽസാണ് ഫുള്ളും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയൊക്കെ മൊത്തത്തിലൊന്ന് പോട്ടെ. ഒരു സിനിമ കാണാൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഇത്. ഇതാണ് ഈ എറണാകുളത്ത് വന്നിട്ടുള്ള പ്രശ്നം. ആർക്കും ഒരു കണ്ണും മൂക്കില്ല വണ്ടി ഓടിക്കുന്നതിന്. പോവായിരുന്നു വണ്ടിയോട് പോട്ടെ. 11 മണിക്കുള്ള സിനിമ. 11 മണിക്കുള്ള സിനിമയാണ്. ഇപ്പൊ തന്നെ 11 മണിയായി. എന്നാ സ്പീഡാ നോക്ക്, ഭയങ്കര ഓവർ സ്പീഡ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോ തന്നെ പേടിയാവില്ല വണ്ടിയുടെ പോക്കാണ്. അയ്യോ നമ്മളിവിടെ നിൽക്കുമല്ലോ, കുറച്ചൊന്ന് സ്ലോ ആക്കി ആരെങ്കിലും ഒന്ന് ഓടിക്കുവാണെങ്കിൽ എന്റെ മോനെ തന്നിട്ട് കാര്യമില്ല. ഇത് കുട്ടുവിന്റെ ചെലവാട്ടോ ഫുള്ള്. കുട്ടുവിന്റെ ചെലവാ. നമ്മള് പുറമാളിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കുട്ടിക്കപ്പോ ഏത് സിനിമ കാണുന്നത്? ബ്രോമൻസ്. അയ്യോ സ്പീഡില് പോവാം. നല്ല കൂളിങ്. ഇത്രയും വെയിൽ കണ്ടിട്ട് ഇവിടെ വന്ന് കയറിയപ്പോ നല്ല രസം കേട്ടോ. വാവ് സൂപ്പർ. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പാഴാക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഫ്രീ ടൈമിലൊക്കെ നമ്മൾ ഇതേപോലെ വരിക, സിനിമയൊക്കെ കാണുക. ടൈം പോയെന്ന് പറഞ്ഞിട്ട് സ്പീഡ് സ്റ്റെപ്പ് വരെ പോവാട്ടോ. എസ്കലേറ്ററിലൊക്കെ ഇപ്പൊ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയാണ് എസ്കലേറ്റർ കയറാനായിട്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. പുട്ടു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൈം പോയെന്ന് പറഞ്ഞിട്ട്. ജലദോഷം. ഈ എസ്കലേറ്റർ കയറാനായിട്ട് പേടിയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് താഴേന്ന് റോൾ ചെയ്ത് വരുമ്പോഴത്തേനും ഓരോ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആ സ്റ്റെപ്പിന്റെ ഇത് നോക്കിയിട്ട് കാലെടുത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കയറാനായിട്ട് പറ്റും. അപ്പൊ അടുത്ത ഫ്ലോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതാണേ ഫോർമോളം കണ്ടു. ാട്ടോ ഹായ്. ഫൈനല് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, എത്തിയിരിക്കുന്നു നമ്മൾ. ചിക്കനൊക്കെ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ.
കുട്ടി എന്തൊക്കെയോ വെത്താളപ്പെട്ട് ഓടി കാണും. ഞാൻ അതിന്റെ പുറകെ പോകുന്നുള്ളൂ. ഓട്ട മത്സരമാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. സമയം കൊണ്ടുകൊണ്ട് ഓടുവാണ് കേട്ടോ. Modified to fit the entire screen. Hence, you will experience dark bands on either sides of the screen during the show. വണ്ണിലും ടൂവിലും ഉണ്ട്. ഹായ്, വിളിച്ചോ? എതിരെ കൂടെയാണ് പോകേണ്ടത്. വണ്ണിലാണോ കൊടുത്തേക്കുള്ളത്? ഞാൻ ഒരു 700 ഇട്ടേക്കുന്നത്, അത് മതിയാകുമോ? അങ്ങനെ ഞങ്ങള് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇനി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുന്ന കാര്യം ഇപ്പം ഒരു പണി കിട്ടിയിരിക്കുന്നത്. എങ്ങനെ തിരിച്ചു പോകും? ഇനി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പിയെന്ന് പറയാം, അതുപോലെ